Hello friends, welcome back to Short So guys, ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് നമ്മൾ കൂണി ഇങ്ങനെ ഉണ്ടാക്കുന്നത്. നാരുട്ടോ കാണുന്ന ആൾക്കാർ, ആനിമേ നാരുട്ടോ ഒക്കെ കാണുന്ന ആൾക്കാരാണെങ്കിൽ അറിയായിരിക്കും കൂണിയാണ്. നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടത് 2 A4 ഷീറ്റ്, 1 ഗം, 1 ഗോൾഡൻ കത്രിക. എന്തുകൊണ്ടാണ് സാധാരണ എടുത്താൽ മതി. അപ്പോൾ അതിനുവേണ്ടി ഒരു പേപ്പർ സൈഡിൽ വെക്കുക. നമ്മൾ കയറുന്നു ഗൈസ്. ഒരു പേപ്പർ ഇങ്ങനെ ഹാഫാക്കി ഫോൾഡ് ചെയ്യാം. അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അച്ചൊക്കെ വെച്ചിട്ട് പകുതിയാക്കി മുറിക്കുകയും ഗൈസ്. നമ്മളിത് പകുതിക്ക് മുറിച്ചിട്ട് ഈ പകുതി നമുക്ക് സേഫാക്കി വെക്കണം. ഈ പകുതി വെച്ചില്ല, നമുക്ക് ഈ പകുതിനെ വീണ്ടും ഒരു പകുതിയാക്കാം. പക്ഷെ ഇത് മുറിക്കാനുള്ളൂ. അതോ നിങ്ങൾ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ട് വീണ്ടും ഇത് മുറിച്ചിട്ട് നിങ്ങൾക്ക് എന്നോട് കംപ്ലൈൻറ്റ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എന്നിട്ട് നമ്മളിതിനെ എയറോപ്ലെയിൻ ഉണ്ടാക്കില്ലേ, അതിനുവേണ്ടി മടക്കില്ലേ, അതുപോലെ ഒരു മടുക്കും മടുക്കും. ഞാൻ മടക്കിയിരിക്കുന്നു. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും. നമ്മളിതിനെ ഇനി മേലെ കൂടി ഫോൾഡ് ചെയ്യണം. ലൈക്ക് കാണുന്നത് പ്രതീക്ഷിക്കുന്നു. നമ്മൾക്ക് അത്ര വലിയ ക്യാമ്പൊന്നുമില്ല. ഇതിൻ്റെ മേലെ കൂടി ഒരു എക്സ്ട്രാ ഫോൾഡ് ചെയ്ത് വെക്കും. അത്രേ ഉള്ളൂ. ഇതൊക്കെ സിമ്പിൾ. ഓക്കെ, അങ്ങനെ തന്നെ ഇതും മടക്കുക. ഞങ്ങൾ വേഗം മടക്കിയിട്ടുണ്ട്. ഞങ്ങൾ അത്ര ബോർ അടിപ്പിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അങ്ങനെ മടിക്കേണ്ട ഏകദേശം ഇങ്ങനെ ഒരു സ്ട്രക്ചറാണ് നിങ്ങൾക്ക് കിട്ടുക. ഇനി നമുക്ക് ഈ ഭാഗവും മടക്കണം. അതേപോലെയല്ല നമ്മൾ എയറോപ്ലെയിൻ ഉണ്ടാക്കില്ലേ, അപ്പം ഉണ്ടാക്കുന്നത് അതിൻ്റെ അതേ ഒരു ഫോൾഡിങ് ഇവിടെ വരണം. ഇതാണ് ഗൈസ്, അതാണിത്. ഇങ്ങനെ കാണും ആ സ്ട്രക്ചർ. ഇതാണ് സ്ട്രക്ചർ അതിൻ്റെ. ഓക്കെ, ഇനി നമ്മളിതിനെ കൂട്ടിയെടുത്താൽ നമ്മളെ കൂനേൻ്റെ ഒരു സൈഡ് റെഡി ആയിരിക്കും. നമുക്ക് ഇപ്പോൾ ചെയ്ത അതേപോലെ തന്നെ ഇതും കൂടി ചെയ്യണം. ഞാനത് ചെയ്തിട്ട് നിങ്ങളെ കാണാം ഗൈസ്. 2 സൈഡും റെഡി. ഓക്കെ, പിന്നെ കുറച്ച് ക്യാമറ എടുത്തോട്ട് വരുന്നു. ഇനി ഇത് കണ്ടു, ഇതിനാണ് നമ്മളിങ്ങനെ ജോയിൻ ചെയ്യണം. ഒന്നിതാ ഇതിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ ഇതാണ്, മറ്റേ സൈഡ് ഇങ്ങനെ ഉള്ളിലോട്ട് ഇട്ടിട്ട് കറക്റ്റ് ലൈൻ ഇങ്ങനെ. അപ്പോൾ ഏകദേശം ഇങ്ങനെ ഉണ്ടാവും കാണുന്നത്. ഇനി നമ്മളിതിനെ ഗ്ലൂ ചെയ്യണം. ഞാൻ ഗ്ലൂ ചെയ്തിട്ട് കാണാം. അപ്പോൾ ഞാനിത് ഒട്ടിച്ചിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറഞ്ഞു, നിങ്ങളിത് ഫുള്ള് ഒട്ടിക്കരുത് കേട്ടോ. ലൈക്ക് ഇങ്ങനെ ഒരു ഹോള് ഉണ്ടാകാനുള്ള സ്പേസൊക്കെ ഹോള് തന്നെ ഉണ്ടാവും. നിങ്ങൾ ഒട്ടിച്ച ശരിയാണെങ്കിൽ ആ ഹോള് ക്രിയേറ്റ് ആവും. ഇതെങ്ങനെ ഒരു ഹോൾ ഉണ്ടാവണം. പിന്നെ നിങ്ങൾ ഒട്ടിച്ചത് ഇവിടെ ഇങ്ങനെ ഒരു സ്പേസ് ബാക്കി വേണം കേട്ടോ. ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടാവും. ഓക്കെ, അപ്പം നമുക്കിനി ഇത് സൈഡിൽ വെക്കാം. നമുക്ക് കൂനേൻ്റെ ഇത് മാത്രമൊന്നുമില്ല, പിടിക്കാനൊക്കെ വേണ്ടേ കൂനി. അപ്പം അതിനാണ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ സെക്കൻഡ് A4 ഷീറ്റ്. അപ്പോൾ ഇതും നമ്മൾ അതേപോലെ പകുതിയായിട്ട് റൗണ്ട് ചെയ്യുക. റൗണ്ട് മുറിക്കുക. ഞാൻ വീണ്ടും മുറിക്കാൻ യൂസ് ചെയ്യുമ്പോൾ എൻ്റെ ഗോൾഡൻ ഫ്രീ ആണ്. നമുക്ക് നമ്മൾ ഗോൾഡൻ കത്തിരിക്കുന്ന പിന്നെ പുറത്തുനിന്ന് ഗോൾഡൻ കത്തിരിക്ക.
sorry guys. I'm really sorry guys. Hardworking YouTuber. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു സൈഡ് അതേപോലെ സൈഡിൽ വെക്കും. ഇതിൻ്റെ ഈ ഒരു സൈഡ് നമുക്ക് അറിഞ്ഞും പൊടിച്ചൊന്നും മുറിക്കണ്ട, അത് നോക്കണ്ട. ഇങ്ങനെ അങ്ങ് കണ്ടത്. ഓക്കെ. അയ്യോ പെപ്പർ ചെറിയതാണ് ഉണ്ടാക്കുന്നത്, ചെറിയതാണ്. ഓക്കെ. നമ്മൾ ഇതിനെ പെർഫെക്റ്റ് ആക്കാം. ദാറ്റ് മീൻസ് ഗ്ലൂ ഇറ്റ്. ഞാൻ ഗ്ലൂ ഇറ്റ് ചെയ്തിട്ട് വരാം. ഓ സോറി, ഞാൻ റൗണ്ട് സ്റ്റിക്ക് ചെയ്തിട്ടുണ്ട്. ഈ റൗണ്ടും കുഞ്ഞായും ഒന്നിപ്പിക്കണം. അപ്പോൾ നമ്മൾ ഇവിടെ ഉണ്ടാക്കിയ ഓട്ടയും കൂട്ടുന്നു, കുറ്റിയെന്ന് വയ്ക്കുക. കുറച്ച് പുറത്തോട്ടാക്കി ഏകദേശം ഒരു ഇങ്ങനെയൊക്കെ വെച്ചാലും മതി. നമ്മളിങ്ങനെ കൂണിൻ്റെ ഇതെങ്ങനെ ശരിയാക്കും. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി അതായത് ഇങ്ങനെ ഫോൾഡ് ചെയ്യണം. ഓക്കെ. ഇതിങ്ങനെ ഫോൾഡ് ചെയ്യണം. ഇങ്ങനെ ഉള്ളോട്ട് കയറ്റണം. നമ്മളിത് ഇങ്ങനെ ഉള്ളോട്ട് കയറ്റണം. അപ്പോൾ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത് ഏകദേശം ഇങ്ങനെ ഒരു ലുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ കുഞ്ഞ റെഡി ആയിരുന്നു. നമുക്ക് അടുത്ത വീഡിയോ കാണാൻ പോലെ തമാശ നമുക്ക് കൂണേ മതിയോ നിങ്ങൾക്ക്? ഈ ഉണ്ട വേണ്ടേ? വെറുതെ ഉണ്ടാക്കിയാൽ മതി. മതിയെങ്കിൽ നിങ്ങൾ വെക്കും. ഞാൻ ആ ഉണ്ട ഉണ്ടാക്കുന്നതും കൂടി വീഡിയോ കാണിക്കുന്നുണ്ട്. ഹെൽപ്പില്ലാത്ത വെക്കണം. അപ്പോൾ അതിനാണ് നമ്മൾ ഈ പേപ്പറിനെ പിന്നെയും പകുതിയും എടുക്കണം, എപ്പോഴത്തെയും പോലെ. അങ്ങനെ മടക്കിയതിന് ശേഷം നമ്മളിതിനെ അർജുൻ എടുക്കണം. ഫസ്റ്റിന് ഇതിനെ ഈ സെൻറ്റർ ലൈൻ വരെ ഒരു സൈഡ് മടക്കണം. സെൻറ്റർ ലൈൻ വരെ മടങ്ങിയില്ല ഗൈസ്. നമുക്കിതിന് സെൻറ്റർ ലൈൻ വരണം. അപ്പോൾ സെൻട്രൽ ലൈൻ അവർ മടക്കിയതിന് ശേഷം മറ്റേ സൈഡിൻ്റെ സെൻട്രൽ ലൈൻ വരെ മടക്കണം. പക്ഷേ സെക്കൻഡ് ഇത് കുറച്ചും കൂടി ലൈക്ക് നമ്മളെ ഫസ്റ്റത്തെ മടക്കില്ല, അതിൻ്റെ കുറച്ച് മേലോട്ട് ഇതൊക്കെ ഞാൻ കുത്തിക്കിട്ടുണ്ട്. നമ്മൾ ചെയ്തത് ഏകദേശം ഇങ്ങനത്തെ ഒരു ലുക്കാണ് കിട്ടേണ്ടത്. ഓക്കെ. എന്നിട്ട് ആ കൂടുതൽ വന്ന ഭാഗത്തിന് ഒന്നും കൂടി ചേർക്കും. അതിൻ്റെ മേലെ കൂടി ഒരു മുളക്കും കൂടി മുളക്കി ഇങ്ങനെ ഉണ്ടാകും. ഓക്കെ. എന്നിട്ട് ആ വലിയ ഭാഗം ആ ഫുള്ളാണ് കാട്ടില്ലേ തമാശക്ക് വന്നു. അങ്ങനെ കവർ ചെയ്താലേ ഒന്നും ഭയങ്കര വലുതായിപ്പോ.
പിന്നെ വലിയ ഇതിൻ്റെ അതിനെ ഇങ്ങനെ ഓക്കെ. എന്നിട്ട് ഇത് ഫുള്ളും ബോൾഡ് ചെയ്യും. തെരുവ് നിൽക്കും. ഓക്കെ. എന്നിട്ട് ഇത് നമുക്ക് വേണ്ട പോലെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓക്കെ. പെർഫെക്റ്റ് ആണെന്ന് കിട്ടില്ല പൈസ, അതൊന്നും പ്രതീക്ഷിക്കണം. ഓക്കെ. വേറെ ഒന്നുമില്ല. എന്നിട്ട് ഇത്ര എടുത്തിട്ട് ബാക്കിയുള്ള ഇപ്പോൾ നമുക്ക് വേണ്ടത് സോ വി ക്യാൻ അപ്പോൾ ഇനി ഇത് വെച്ചിട്ടാണ് നമുക്ക് ബാക്കി ഞാൻ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റിക്ക് ചെയ്യണം. നമുക്ക് ഗ്ലൂ ചെയ്യണം. ഞാൻ ഗ്ലൂ ചെയ്തിട്ട് കാണാം. അപ്പോൾ കഴിച്ച് ഞാൻ ഗ്ലൂ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഇതിൻ്റെ ഉള്ളോട്ട് കയറാൻ പാകത്തിൽ മുറിക്കണം. ഷിറ്റ്. ഇത് ഞാൻ നിങ്ങളെ കുറച്ച് കഷ്ടപ്പെടും, എന്നാലും ഞാൻ നിങ്ങളിത് മുറിച്ചിട്ട് നോക്കാം. ഞാൻ കഴിച്ച് അത് കുറച്ച് കഷ്ടപ്പെട്ട് മുറിച്ച് ഇതിലോട്ടൊക്കെ കുറ്റി കയറ്റിയിട്ടുണ്ട്. അത് കറക്റ്റൊന്നും ആയിട്ടില്ല, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഇതാണ് നമ്മുടെ നറൂട്ടോ കുണൈ മേക്കിംഗ്. ഇതായിരുന്നു നമ്മൾ ചെറിയൊരു ചെറുതല്ല, കുറച്ച് വലുതാണ്. എന്നാലും ഇതാണ് നമ്മളൊരു നറൂട്ടോ കുണൈ മേക്കിംഗ് വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ ചെയ്യുക. കാണാൻ പറ്റുന്നത്. Till then, I'm signing out.